നമ്മുടെ സംസ്ഥാനത്ത് PSC പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടുകളുടെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായ അന്വേഷണം അനിവാര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന PSC ക്രമക്കേടുകളെ അന്വേഷണം സംബന്ധിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളെയും അതുപോലെ തന്നെ കേരളീയരുടെയും PSCയെ സംബന്ധിച്ചുള്ള വിശ്വാസ്യത വീണ്ടെടുക്കാൻ ആവശ്യമായി മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലെ വിവാദം നമ്മൾ കണ്ടു. പ്ലാനിംഗ് ബോർഡിലെ ചീഫ് എക്സാമുമായി ബന്ധപ്പെട്ട് 58 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വാല്യൂ ചെയ്തിട്ടില്ല. ആ വാർത്തയാണ് ഏറ്റവും അവസാനം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അന്വേഷണം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ആ വാർത്ത പുറത്തു വരാൻ 58 മാർക്കിൻ്റെ എന്തുകൊണ്ട് മൂല്യനിർണ്ണയം നടത്തിയില്ല? ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ സംശയം വന്നു. അവർ നോക്കിയപ്പോൾ അവർക്ക് മാർക്ക് ലഭിക്കേണ്ടതാണ്, പക്ഷേ മാർക്ക് ലഭിച്ചിട്ടില്ല. മൂല്യനിർണ്ണയം നടത്തിയ ചോദ്യപേപ്പർ അതിൻ്റെ കോപ്പി അവർ ആവശ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഒരു കാര്യം ബോധ്യമായത്. 58 മാർക്കിൻ്റെ മൂല്യനിർണ്ണയം നടത്താതിരുന്നത് PSCക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടായിരുന്നു. ആരെയൊക്കെയോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അന്വേഷണ ഏജൻസികളുടെ മുന്നിലേക്ക് അത് വന്നത്. അങ്ങനെ തുടർച്ചയായി ഞാൻ ഏറ്റവും അവസാനത്തെ കാര്യം പറയാം. കഴിഞ്ഞ 10 വർഷക്കാലം PSCയിൽ നടത്തിയിട്ടുള്ള വ്യാപകമായ ക്രമക്കേട്, മുമ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കത്തിക്കുത്ത് കേസിലെ പ്രതിയെ, ആ പ്രതിയുടെ വീട്ടിൽ നിന്ന്, അദ്ദേഹം 1ാം റാങ്കുകാരനായിരുന്നു, ആ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആൻസർ പേപ്പർ അടക്കം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങളും ഞാനെല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല. ഇവിടെ 10 വർഷക്കാലത്തെ PSCയിൽ നടന്നിട്ടുള്ള വ്യാപകമായ ക്രമക്കേട് കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളെയാണ് ഇല്ലാതാക്കിയത്. വളരെ മിടുക്കരായി പഠിച്ച് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്കും ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരത്തിലാണ്. അവർക്ക് ആ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരെ നിയമിക്കുന്നില്ല. നിരവധി പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും അവരെ നിയമിക്കുന്നില്ല. കത്തിക്കുത്ത് കേസിലെ പ്രതികൾ കൃത്യമായും റാങ്ക് ലിസ്റ്റിൽ വരുന്നു. LGS മുതൽ KS വരെ ആ പരീക്ഷ, LGS പരീക്ഷ മുതൽ KS പരീക്ഷ, ഏറ്റവും ഉയർന്ന തലത്തിൽ നമ്മൾ PSC നടത്തുന്ന ആ പരീക്ഷ വരെ വ്യാപകമായ ക്രമക്കേടും സിലബസ് അട്ടിമറിയുമാണ് നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു അന്വേഷണം എല്ലാത്തിനെയും സംബന്ധിച്ചൊരു കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുടെ പരീക്ഷാ നടത്തിപ്പും സെലക്ഷനെയും സംബന്ധിച്ച് CBI പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തി കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളുടെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ജന്തർ മന്ദറിലെ സമരത്തിൽ KC വേണുഗോപാലും ജോൺ ബ്രിട്ടാസും MA ബേബിയും ഒക്കെ പങ്കെടുത്തു. അവരിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന ആ സമരത്തിൽ ഇതേപോലെ പങ്കാളിയായി അവർക്ക് പിന്തുണ അറിയിക്കാൻ തയ്യാറുണ്ടോ? അതുകൂടി നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അവിടെ കേരളത്തിലെ തുടർച്ചയായി PSC ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് പറഞ്ഞാൽ, ഈ 2 മുന്നണിയും മാറി മാറി ഭരിക്കുമ്പോൾ PSCയിൽ ഇങ്ങനെ ഉള്ള ക്രമക്കേടുണ്ടാകുമ്പോൾ ഈ 2 മുന്നണിയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ, അതിൻ്റെ പ്രതികളെ സംരക്ഷിക്കുന്നൊരു നിലപാട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി 10 വർഷം മുമ്പ് ഉണ്ടായ ഒരു എക്സാമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേട് വന്നതാണ്. അതിൻ്റെ ആൻസർ പേപ്പർ ഇപ്പോഴും കണ്ടെത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി സതീശൻ കമ്മീഷനായി മാറിയിരിക്കുന്നു. പിണറായി സതീശൻ കമ്മീഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഒപ്പം നമുക്കറിയാം PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടും ഉദ്യോഗം ലഭിക്കാതെ പോയ ആദ്യ റാങ്കുകാർ അടക്കം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട സ്വദേശിയായിരുന്ന 28 വയസ്സുകാരനായ അനു PSC റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ഗേഡ് സർവേയിലെ റാങ്ക് ലിസ്റ്റിൽ 77ാം റാങ്കുകാരനായിരുന്നു. എന്നാൽ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടാതെ വന്നതുകൊണ്ട് റദ്ദാക്കി. ആ നിരാശയിൽ 2020 ആഗസ്റ്റിൽ അനു സ്വന്തം വീട്ടിൽ ജീവനൊടുക്കി. ഒരു 77ാം റാങ്കുകാരൻ. കോഴിക്കോട് സ്വദേശിയായ മുസ്തഫ KSRTC കണ്ടക്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. പക്ഷേ നിയമനം നടത്തിയില്ല, ആത്മഹത്യ ചെയ്തു. അവർക്ക് ആർക്കെങ്കിലും ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ? PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും അവർക്ക് ഉദ്യോഗം ലഭിക്കാതെ പോയി. വളരെ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട ജീവിത പശ്ചാത്തലം ഉള്ളവർ അതടക്കം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും അവർക്ക് ജോലി ലഭിക്കുന്നില്ല. കത്തിക്കുത്ത് കേസിലെ പ്രതികളടക്കമുള്ളവർ ക്രമക്കേട് നടത്തി റാങ്ക് ലിസ്റ്റിൽ വരുന്നു. ഏറ്റവും അവസാനം ആസൂത്രണ ബോർഡിലെ ചീഫ് എക്സാമുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത് കൃത്യമായി തുടർച്ചയായി PSCക്ക് ചില സ്വതന്ത്ര കമ്മീഷനായത് കാരണം ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. ആ അധികാരങ്ങൾ ദുരുപയോഗം നടത്തുന്നു. ഇവിടെ തന്നെ ചീഫ് എക്സാമുമായി ബന്ധപ്പെട്ട് ആസൂത്രണ ബോർഡിൻ്റെ PSC സെക്രട്ടറിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരിടതുപക്ഷ യൂണിയനിൽപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അവർ ആ അന്വേഷണത്തിൽ ഉൾപ്പെട്ട അംഗങ്ങൾ തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മാധ്യമ വാർത്തയടക്കം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ PSCയുടെ നിഷ്പക്ഷതയാണ് ഇവിടെ തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അങ്ങനെ അന്വേഷണം നടത്തിയാൽ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിരന്തര ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നേ. ബോർഡ് ചെയർമാൻമാരും ബോർഡ് അംഗങ്ങളും ഇപ്പോൾ പ്രതിയായി ജയിലിലുണ്ട്. കഴിഞ്ഞ ബോർഡിൻ്റെയും പ്രസിഡന്റ് ഇപ്പോൾ ജയിലില്ല. അതിനേക്കാൾ ഭീകരമായ രീതിയിലാണ് ഈ സംസ്ഥാനത്ത് PSCയിൽ ഇത്തരം ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപാട് മുൻ PSC ചെയർമാന്മാരും PSCയുടെ അംഗങ്ങളും ഇപ്പോഴുള്ളവരുമൊക്കെ അകത്താകാനുള്ള എല്ലാ സാധ്യതയുമാണ് നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും മാധ്യമങ്ങളുടെ വാർത്തയടക്കം പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നത്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെയെങ്കിലും PSCയിൽ നടന്നിട്ടുള്ള ഇത്തരം ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. CBI. അല്ല, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നില്ല. ക്രൈംബ്രാഞ്ച് സാധാ പോലീസ് അന്വേഷണമാണെങ്കിൽ PSC ചെയർമാനെ അടക്കം ചോദ്യം ചെയ്യാനാവില്ല. പക്ഷേ സ്പെഷ്യൽ അന്വേഷണ ഏജൻസി ആണെങ്കിൽ അവർക്ക് ഈ പറയുന്നവരെ PSCയുടെ ഭരണഘടനാപരമായ ചെയർമാനിൽ ലഭിക്കില്ല. അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതെ, 9 അംഗ സ്പെഷ്യൽ സെൽ. അതെ, അതിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം PSC ചെയർമാൻ ആ പരീക്ഷ കിട്ടത്തില്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെ അതിനകത്ത് CBI അന്വേഷണത്തിലേക്ക് വരുമ്പോൾ PSC ചെയർമാനായാലും ആരായാലും ക്രിമിനൽ കുറ്റം നടത്തിയാൽ അന്വേഷിക്കാൻ പറ്റുമല്ലോ. വാർത്തകൾ അങ്ങനെയാണ്. ഇപ്പോൾ
ആസൂത്രണ ബോർഡിൻ്റെ ചീഫ് എക്സാമുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ തന്നെ കണ്ടെത്തിയതാണ് അവർക്ക് മാർക്ക് എന്തുകൊണ്ട് കുറഞ്ഞു, 58 മാർക്കിൻ്റെ കുറവ് എങ്ങനെ സംഭവിച്ചു. ഇപ്പോഴത്തെ രീതിയിൽ അന്വേഷണം നടത്തിയാൽ അതൊരു പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നായിരിക്കും മറുപടി വരാൻ പോണത്. ഇവരൊക്കെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ. അത് തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തി ശ്രീ ധർമ്മേന്ദ്ര പ്രധാന് രാജിവെച്ചു. PSCയിൽ കഴിഞ്ഞ ആഴ്ച ക്വസ്റ്റ്യൻ പേപ്പർ മാറിക്കൊടുത്ത് വിവാദം ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തെരുവിലായി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബന്ധപ്പെട്ടവർ രാജിവെക്കാൻ തയ്യാറാകുമോ എന്നുള്ളതും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ 10 വർഷക്കാലം ഇത് നടന്നു, ഇപ്പോഴും തുടരുന്നു. മറ്റൊന്നുമില്ലെങ്കിൽ അവസാനിപ്പിക്കാം. നമ്മൾ ഇന്നത്തെ പത്രസമ്മേളനം ഇതുമായി ബന്ധപ്പെട്ടാണ്. CMRലുമായി ബന്ധപ്പെട്ടും നമ്മുടെ നിലപാട് നിയമസഭയ്ക്കകത്തും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇതുമായി PSCയുടെ തുടർച്ചയായ സമരത്തിലേക്ക് യുവമോർച്ച സമരം ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയും ആ സമരത്തിലേക്ക് പോകും. PSCയിലെ ഉദ്യോഗാർത്ഥികളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് നിയമപരമായ പോരാട്ടത്തിലേക്ക് പാർട്ടി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് ഈ ഒരു പത്രസമ്മേളനം PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പത്രസമ്മേളനം വിളിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞതനുസരിച്ചാണ് പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവെന്ന രീതിയിൽ ഞാനിന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത്. പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവെന്ന രീതിയിലാണ് പത്രസമ്മേളനം. അവസാനിപ്പിക്കാം. വളരെ കൂടുതലാണ്. സംസ്ഥാനത്ത് രാജ്യത്ത് ഏറ്റവും അധികം ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം ലഭിക്കുന്നത് കേരളത്തിലാണ്. എന്നിട്ടാണ് ഇതും കൂടി കാണിക്കുന്നത്. കേരളത്തിലാണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയോളം ശമ്പളം കൂടുതലും കേരളത്തിലാണ്. പക്ഷേ മാധ്യമവാർത്ത അങ്ങനെയല്ല. ഞാൻ പരിശോധിക്കാം. മാധ്യമവാർത്ത വന്നിരിക്കുന്നത് ഞാൻ മെനഞ്ഞാന്നൊരു വാർത്ത വായിച്ചായിരുന്നു. ഞാൻ തന്നെ മനോരമയുടെ തന്നെ ഒരു കാര്യമാണ്, പ്രൈവറ്റ് സീക്രട്ട് കമ്മീഷൻ എന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ശരിയാണ്.